ഈ വർഷത്തെ ഹജ്ജിനായി ആദ്യ സംഘം ഈ ആഴ്ച മുതൽ എത്തിത്തുടങ്ങുകയാണ്. ഈ മാസം 9-നാണ് ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാരുടെ ആദ്യ സംഘം മദീനയിൽ എത്തുന്നത്. ഹജ്ജിനായി മക്കയും മദീനയും ഒരുപോലെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജിന് ഒരുങ്ങുകയാണ് വിശ്വാസി ലോകം. ഒരു മാസം അകലെയാണ് ഹജ്ജ്. ഹജ്ജ് എന്ന വാക്കിൻ്റെ അർത്ഥം കരുതുക എന്നാണ്. ഉള്ളിലൊരിക്കലെങ്കിലും കരുതുന്നവനാണ് ഹജ്ജിനായി മക്കയിലെത്തുന്നത്. ഇസ്ലാമിലെ അവസാന പ്രവാചകനായി മുഹമ്മദ് നബി നിയോഗിക്കപ്പെട്ട് 22 വർഷം പൂർത്തിയായ സമയം. ഹിജ്റ വർഷം 9-ലാണ് ഹജ്ജ് ഇസ്ലാമിലെ നിർബന്ധ കർമ്മമാകുന്ന കൽപ്പന ഇറങ്ങുന്നത്. തൽബിയത്ത് മന്ത്രം അഥവാ നിന്റെ വിളി കേട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു എന്ന അള്ളാഹുവിനോടുള്ള മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് വിശ്വാസികൾ മക്കയിൽ ഹജ്ജിനായി എത്തുന്നത്. സമ്പത്തും ആരോഗ്യവുമുള്ള ഇസ്ലാം മത വിശ്വാസിക്ക് നിർബന്ധമായ കർമ്മമാണ് ഹജ്ജ്. ഹിജ്രി കലണ്ടറിലെ ദുൽഹജ്ജ് മാസം 8 മുതൽ 13 വരെയുള്ള ദിനങ്ങളിലാണ് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നത്. നിലവിലെ കണക്ക് പ്രകാരം ജൂൺ 13 മുതൽ 18 വരെ. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലെ ഇംഗ്ലീഷ് തീയതി കൃത്യപ്പെടുത്താനാകൂ. ഓരോ രാജ്യങ്ങളുടെയും കോൺസുലേറ്റുകളാണ് ഹജ്ജ് ഏജൻസികളുമായി തീർത്ഥാടകരുടെ സേവനത്തിനായുള്ള കരാറിൽ ഒപ്പുവെക്കുക. ഇതോടെ ഒരു ഹാജിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും അയാൾ നാട്ടിലേക്ക് മടങ്ങും വരെ ഹജ്ജ് ഏജൻസിക്കാണ്. 1,75,025 തീർത്ഥാടകർ ഈ വർഷവും ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തും. ഇതിൽ 1,40,000 പേർ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴിയും 35,000 പേർ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴിയുമാണ് എത്തുക. 17,035 പേർ കേരളത്തിൽ നിന്നും ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തും. മെയ് 21 മുതൽ ജൂൺ 9 വരെയാണ് കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാനങ്ങൾ. കോഴിക്കോട് നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസും കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും സൗദിയ എയർലൈൻസും ഹജ്ജ് സർവീസുകൾ നടത്തും. ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കേരളത്തിൽ നിന്നും വരുന്നവർ ജിദ്ദയിലാണ് വിമാനമിറങ്ങുക. ഇവർ ഹജ്ജിന് ശേഷം മദീന സന്ദർശനം പൂർത്തിയാക്കി ജൂലൈ 1 മുതൽ മദീനയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മെയ് 9-ന് ഹൈദരാബാദിൽ നിന്നും മദീനയിലെത്തും. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന മലയാളി ഹാജിമാർക്ക് പൊതുവെ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാറില്ല. നാട്ടിലുള്ള അത്ര ചൂട് ഇപ്പോൾ മക്കയിലില്ല. താരതമ്യേന ചൂട് കുറവുള്ളതാകും ഹജ്ജിന്റെ ഇത്തവണത്തെ ആദ്യ ദിനങ്ങൾ. എങ്കിലും ആരോഗ്യത്തിലെ ശ്രദ്ധ ഹജ്ജിന് ഏറെ വേണ്ടതാണ്. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്ന വളണ്ടിയർമാരെ വെച്ച് അവർക്ക് ആവശ്യമായ പ്രായോഗികമായ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഹാജിമാർ വന്നിറങ്ങിയാൽ അവർക്ക് ചെയ്യേണ്ട സേവനങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മീനയിലും അറഫയിലും മുസ്ദലിഫയിലും ഹാജിമാർ താമസിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ മെഡിക്കൽ പരമായ ആവശ്യങ്ങൾ, അവർക്ക് കല്ലെറിയാൻ പോകുന്ന രീതികൾ, അവരെ സഹായിക്കുന്ന രീതികൾ ഇവിടുത്തെ വളണ്ടിയർമാരെ പരിശീലിപ്പിക്കും. അതോടൊപ്പം ഹറമിനടുത്ത് വിവിധ സ്ഥലങ്ങളിൽ 24 മണിക്കൂറും ഹജ്ജ് സേവനത്തിന് രംഗത്തിറങ്ങുന്ന വളണ്ടിയർമാർക്ക് ചെയ്യേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ അവരെ പഠിപ്പിക്കും. അതുപോലെ തന്നെ അസീസയിലും മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്ന ഹാജിമാരുടെ ലൊക്കേഷൻ മാപ്പുകൾ അത് ശേഖരിച്ചുകൊണ്ട് അവർക്ക് അതാത് ബിൽഡിങ്ങുകൾ പരിചയപ്പെടുത്തുകയും ആ ബിൽഡിങ്ങുകളിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ട സേവനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വളണ്ടിയർമാരെ പരിശീലിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് ഇപ്പോൾ മക്കയിൽ നടക്കുന്നത്. RSC, തനിമ, ഫ്രറ്റേണിറ്റി, ഐവ എന്നിങ്ങനെ വിവിധ സംഘടനകളും ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഹാജിമാരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുമായി വളണ്ടിയർമാർക്കുള്ള നിർദ്ദേശങ്ങളും ക്യാമ്പുകളുമായി SSC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധമായിരിക്കുന്ന മേഖലകളിൽ മെഡിക്കൽ വിങ്ങിൻ്റെയും മറ്റ് പല വിങ്ങുകളിലായി ഹാജിമാരെ സേവിക്കാൻ വേണ്ടി, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളുമായി ക്യാമ്പുകളും മറ്റുമായി നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായി 2 ക്യാമ്പുകൾ നടത്തിക്കഴിഞ്ഞു. ഹജ്ജിനായി മക്കയിലെത്തുന്നവർ ചെയ്യുന്ന ആദ്യ കർമ്മം ഉംറയാണ്.
ഉംറ കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗത്തെത്തിയ ഹാജിമാർ മക്കയിലെ താമസ സ്ഥലങ്ങളിൽ തങ്ങും. ഇന്ത്യക്കാർ അസീസിയ എന്നറിയപ്പെടുന്ന മേഖലയിലാണ് തങ്ങുക. എല്ലാവരും ഒരുമയോടെ പിന്നീട് ഹജ്ജ് ദിവസങ്ങൾക്കായി കാത്തിരിക്കും. മിന, അറഫ, മുസ്തലിഫ, ജംറ എന്നീ സ്ഥലങ്ങളിലാണ് ഹജ്ജ് കർമ്മങ്ങൾ. ഇതിനായി ഹാജിമാരെല്ലാം ആദ്യം മിനാ തമ്പുകളുടെ താഴ്വരയിലേക്ക് ദുൽഹജ്ജ് 8-ാം തീയതി എത്തും. മക്കയിലെ കഅബക്കരികിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ അകലെയാണ് മിന താഴ്വര. മിനായിലെത്തുന്ന ഹാജിമാർ പുലർച്ചെ വരെ ഹജ്ജിലേക്കുള്ള ഒരുക്കത്തിലാകും. തൊട്ടടുത്ത ദിനമായ ദുൽഹജ്ജ് 9-നാണ് അറഫ ദിനം. അറഫയാണ് ഹജ്ജ്. ഇതിനായി പുലർച്ചെയോടെ ഹാജിമാർ അറഫയിലേക്ക് നീങ്ങും. ബസ്സും ട്രെയിനും ഹാജിമാർക്ക് ഇതിനുണ്ടാകും. മിനായിലെ പോലെ അറഫയിലും ഇപ്പോൾ തമ്പുകളാണ് ഒരുക്കാറുള്ളത്. അറഫ ദിനം കഴിഞ്ഞാൽ ബലിയറുക്കലും കല്ലേറ് കർമ്മവുമാണ് പ്രധാനമായും ഹാജിമാർക്ക് ബാക്കിയുണ്ടാവുക. ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന പ്രധാന ദിനങ്ങളിൽ വിശ്വാസികൾ തവാഫ് ഉൾപ്പെടെ 25 മുതൽ 50 കിലോമീറ്റർ വരെ നടക്കേണ്ടി വരും. പക്ഷേ ഹജ്ജിന്റെ തിരക്കിൽ ഇതറിയില്ല. മക്ക പൂർണ്ണമായും ഹജ്ജിന്റെ തിരക്കിലേക്ക് നീങ്ങുന്നതിനാൽ പെർമിറ്റില്ലാതെ മക്കയിലേക്ക് മറ്റുള്ളവർക്കിപ്പോൾ പ്രവേശനമില്ല. ഹജ്ജ്, ഉംറ പെർമിറ്റ്, മക്ക ഇക്കാമ, പുണ്യസ്ഥലങ്ങളിൽ ജോലിയുള്ളവർക്ക് നൽകുന്ന സീസണൽ പ്രത്യേക പെർമിറ്റ് എന്നിവയില്ലാത്തവർക്ക് മക്കയിലേക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിക്കുന്നില്ല. ഹജ്ജ് സീസണിൽ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രവാസികൾ അടക്കമുള്ളവർക്കുള്ള പെർമിറ്റ് അബ്ഷീർ, മുഖീം പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് നൽകുന്നത്. ഉംറ വിസയിൽ സൗദിയിലെത്തിയവർ മടങ്ങേണ്ട അവസാന തീയതി ജൂൺ 6 ആണ്. ഇതിനുശേഷം ഹാജിമാരല്ലാത്തവർക്കും ഹജ്ജ് ജോലി ഇല്ലാത്തവർക്കും മക്കയിലേക്ക് ശക്തമായ നിയന്ത്രണമുണ്ടാകും. ഹജ്ജ് പെർമിറ്റില്ലാതെ പിടികൂടിയാൽ ജൂൺ 6-ന് ശേഷം പിഴയും നാടുകടത്തലുമാണ് ശിക്ഷ. പ്രവാചകൻ മുഹമ്മദ് നബി ഒരിക്കൽ മാത്രമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ഏറെ സമയവും സമ്പത്തും അധ്വാനവും ക്ഷമയും ശ്രദ്ധയുമെല്ലാം വേണ്ട ആരാധനയാണ് ഹജ്ജ്. ആ നിലയിൽ ഹജ്ജിന് മഹത്തായ പുണ്യം വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒറ്റക്കഥയിൽ ഹജ്ജ് പറഞ്ഞു തീർക്കാം. പക്ഷേ ഒരു വർഷത്തിന്റെ തയ്യാറെടുപ്പുണ്ട് ഓരോ ഹജ്ജിലും.